നമസ്കാരം. പ്രധാന വാർത്തകൾ. ഐഫോണിന് അധിക വാറന്റി നിഷേധിച്ച സംഭവം. ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി. ഒറ്റപ്പാലം സ്വദേശിക്കാണ് 1.94 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചത്. മണ്ണാർക്കാട് നഗരസഭയിൽ ടൂറിസം ഹബിന്റെ പേരിൽ ധൂർത്തടിയെന്ന് പരാതി. ഒരാൾ പോലും സഹായം തേടിയെത്താത്ത പദ്ധതിക്ക് ചെലവഴിച്ചത് ലക്ഷങ്ങൾ. തിരുവേഗപ്പുറ പാലത്തിലെ ഗതാഗത നിയന്ത്രണം. തിരുവേഗപ്പുറയിലും കൊടുമുടിയിലും വൻ ഗതാഗതക്കുരുക്ക്. യാത്രക്കാർക്ക് ഭീഷണിയായി കോട്ടോപ്പാടം ഭീമനാട് നാട്ടുകൽ പാത. ആഴമേറിയ വശങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ സ്ഥാപിക്കാത്തത് ഭീഷണിയാകുന്നു. മേലാറ്റൂർ ഉപജില്ലാ കലോത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 60 വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ഓളം കലാപ്രതിഭകൾ മേളയിൽ മാറ്റുരയ്ക്കും. വിശദമായ വാർത്തകളിലേക്ക്. ഐഫോൺ വാങ്ങി അധിക വാറന്റി നിഷേധിച്ച സംഭവത്തിൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ്. ഫോണിന്റെ ഉടമയായ ഒറ്റപ്പാലം സ്വദേശിക്ക് 1.94 ലക്ഷം രൂപ നൽകാനാണ് ഉപഭോക്തൃ കോടതി വിധിച്ചത്. ഒറ്റപ്പാലം സ്വദേശി MA മുഹമ്മദ് ഫൈസലിനാണ് നഷ്ടപരിഹാരം നൽകാൻ കമ്മീഷൻ അധ്യക്ഷൻ V വിനയ് മേനോൻ, അംഗങ്ങളായ A വിദ്യ, NK കൃഷ്ണൻകുട്ടി എന്നിവരടങ്ങിയ ബെഞ്ച് വിധിച്ചത്. വാറന്റി സേവനം നിഷേധിച്ചതിലൂടെ അന്യായ വ്യാപാര രീതിയാണ് സ്ഥാപനം സ്വീകരിച്ചതെന്ന നിരീക്ഷണത്തിലാണ് വിധി. 2023 ഏപ്രിൽ 27-നാണ് ഒറ്റപ്പാലത്തെ ദ ചെന്നൈ മൊബൈൽസിൽ നിന്ന് 94,900 രൂപയ്ക്ക് ഫൈസൽ ആപ്പിൾ ഐഫോൺ വാങ്ങിയത്. അതിനൊപ്പം 15,175 രൂപയ്ക്ക് ഓൺസൈറ്റ് ഗോ എന്ന കമ്പനിയുടെ 2 വർഷത്തെ എക്സ്റ്റൻഡ് വാറന്റിയും എടുത്തിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഫോൺ തകരാറിലായപ്പോൾ വാറന്റി പ്രകാരം അറ്റകുറ്റപ്പണി ആവശ്യപ്പെട്ടുവെങ്കിലും വാറന്റി എടുത്ത ഓൺസൈറ്റ് ഗോ ആവശ്യമായ സേവനം നൽകാൻ തയ്യാറായില്ല. മൊബൈൽ ഫോൺ വാങ്ങിച്ച സ്ഥാപനവും അതിൽ സഹകരിച്ചില്ല. തുടർന്ന് ഉപഭോക്താവ് പാലക്കാട് ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുകയായിരുന്നു. എക്സ്റ്റൻഡഡ് വാറന്റി നൽകിയ ഓൺസൈറ്റ് ഗോ ആണ് പരാതിക്കാരന് നഷ്ടപരിഹാരം നൽകേണ്ടത്. ഫോണിന്റെ വിലയും എക്സ്റ്റൻഡഡ് വാറന്റി എടുത്തതിന്റെ വിലയും നഷ്ടപരിഹാരവും കോടതി ചിലവുമടക്കം ആകെ 1,94,484 രൂപയാണ് നൽകേണ്ടത്. നൽകുവാൻ വൈകുന്ന ഓരോ മാസത്തിനും 500 രൂപ അധികം നൽകാനും കോടതി ഉത്തരവിട്ടു. പരാതിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് MS മണികണ്ഠൻ, അഡ്വക്കേറ്റ് മനു മോഹൻ എന്നിവർ ഹാജരായി. ഏറെ കൊട്ടിഘോഷിച്ച് മണ്ണാർക്കാട് നഗരസഭ നടപ്പാക്കിയ ടൂറിസം ഹബിന്റെ സഹായം തേടി ഒരാൾ പോലും എത്തിയില്ലെന്ന് വിവരാവകാശ രേഖ. പദ്ധതിക്കായി കോർഡിനേറ്റർമാർക്ക് ശമ്പളം നൽകിയ വകയിൽ ലക്ഷങ്ങളാണ് നഗരസഭ ധൂർത്തടിച്ചത്. ജില്ലയിലെയും മണ്ണാർക്കാട് പരിസര പ്രദേശങ്ങളിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് തദ്ദേശീയർക്കും ദൂരസ്ഥലങ്ങളിലുള്ളവർക്കും സന്ദർശനത്തിനുള്ള യാത്ര, താമസം, ഭക്ഷണം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ് ടൂറിസം ഹബ്ബ് കൊണ്ട് നഗരസഭ ലക്ഷ്യമിട്ടിരുന്നത്. ഇതിനായി www.mannarkadtourism.com എന്ന വിലാസത്തിൽ വെബ്സൈറ്റും ഒരുക്കിയിരുന്നു. ജൂലൈ 3-നാണ് നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ 4 മാസമായി ഒരാൾ പോലും ടൂറിസം ഹബ്ബ് ഉപയോഗപ്പെടുത്തിയില്ലെന്നാണ് വിവരാവകാശത്തിന് നഗരസഭ നൽകിയ മറുപടി. പദ്ധതിയുടെ നടത്തിപ്പിനായി 2024 ജൂലൈ 18 മുതൽ പ്രതിമാസം 21,175 രൂപ പ്രതിമാസ വേതനം നൽകി 2 ടൂറിസം കോർഡിനേറ്റർമാരെ നിയമിച്ചിട്ടുണ്ടെന്നും വിവരാവകാശ മറുപടിയിൽ പറയുന്നു. ഒരാൾ പോലും സേവനം തേടാത്ത പദ്ധതിക്കായി ലക്ഷങ്ങൾ നശിപ്പിച്ചതിന്റെ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ലൈഫ് പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട് കാത്തിരിക്കുന്നവരും ഇനി ലിസ്റ്റിൽ പെടാനുള്ള പൊതുജനത്തെയും നോക്കുകുത്തിയാക്കിയാണ് ലക്ഷങ്ങൾ ടൂറിസത്തിനായി പൊടിച്ചത്. തിരുവേഗപ്പുറ പാലത്തിലെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ തിരുവേഗപ്പുറയിലും കൊടുമുടിയിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. തിരുവേഗപ്പുറ പാലത്തിൽ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ തിരുവേഗപ്പുറയിലും കൊടുമുടിയിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ശനിയാഴ്ച അർദ്ധരാത്രി മുതലാണ് പാലത്തിൽ വലിയ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പട്ടാമ്പി ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന ബസ് യാത്രക്കാർ തിരുവേഗപ്പുറ അമ്പലവട്ടത്തിറങ്ങി പാലത്തിലൂടെ നടന്ന് കൊടുമുടിയിലെത്തിയാണ് യാത്ര തുടരുന്നത്. പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടതോടെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കൊപ്പം വളാഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിലാണ് പാലത്തിന്റെ ഇരുവശങ്ങളിലും ഗതാഗതം നിയന്ത്രിക്കുന്നത്. പട്ടാമ്പിയിൽ നിന്നുള്ള ബസ്സുകൾ തിരുവേഗപ്പുറ അമ്പലവട്ടം വരെയാണ് സർവീസ് നടത്തുന്നത്. വളാഞ്ചേരിയിൽ നിന്നുള്ള ബസ്സുകൾ പാലത്തിന് മറുവശത്തെ കൊടുമുടിയിലെ ഓഡിറ്റോറിയത്തിന് സമീപം വരെയും സർവീസ് നടത്തുന്നു. ചെറുവാഹനങ്ങൾ പാലത്തിലൂടെ കടത്തിവിടുമ്പോൾ കാൽനടയാത്രക്കാർക്കായി പാലത്തിൽ സുരക്ഷയൊരുക്കണമെന്നാണ് ആവശ്യം. നടപ്പാത ഇല്ലാത്ത പാലത്തിൽ ചെറുവാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ഇതിന് വശം ചേർന്നാണ് കാൽനടയാത്രക്കാർ കടന്നുപോകുന്നത്. ഇത് അപകട സാധ്യതയ്ക്കും ഇടവരുത്തുമെന്നാണ് ആശങ്ക. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ വലിയ ഭീതിയോടെയാണ് പാലത്തിലൂടെ കടന്നുപോകുന്നത്. കാൽനടയാത്രക്കാർക്ക് സുരക്ഷയൊരുക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും ഞായറാഴ്ച കാര്യമായ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്നാണ് ആക്ഷേപം. തകർന്ന പാലത്തിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും തീരുമാനമായിട്ടില്ല.
വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷമേ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പാലം പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാൻ സമയമെടുക്കുമെന്നത് തന്നെയാണ് അധികൃതർ നൽകുന്ന സൂചന. കോട്ടപ്പാടം ഭീമനാട് നാട്ടുകൽ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വടശ്ശേരിപ്പുറം ചേപ്പിലായി ഭാഗത്ത് റോഡിനിരുവശവും സംരക്ഷണ വേലി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. 10 അടിയിലധികം താഴ്ചയുണ്ട് വശങ്ങൾക്ക്. നിരവധി വാഹനങ്ങളാണ് ഓരോ ദിവസവും ഈ വഴി കടന്നുപോകുന്നത്. 4 വർഷം കഴിഞ്ഞു ഭീമനാട് നാട്ടുകൽ റോഡ് റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിച്ചിട്ട്. റോഡിനിരുവശവും മാർക്കിംഗ് ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. വടശ്ശേരിപ്പുറം ചേപ്പിലായി ഭാഗത്ത് റോഡിനിരുവശവും 10 അടിയിലധികം താഴ്ചയുള്ള ഭാഗമുണ്ട്. ഇവിടെ സംരക്ഷണ വേലി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഇരുവശങ്ങളും താഴ്ചയുള്ള ഭാഗമായതിനാൽ റോഡിന് പരിമിതമായ വീതി മാത്രമാണുള്ളത്. വലിയൊരു അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും സംരക്ഷണ വേലികൾ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ച കോൺക്രീറ്റ് തൂണുകൾ മാത്രമാണ് നിലവിൽ വാഹനങ്ങൾക്ക് സുരക്ഷ. എന്നാൽ റോഡ് നവീകരിച്ചതോടെ പല തൂണുകളും മണ്ണിനടിയിലായി. ദേശീയപാതയും സംസ്ഥാനപാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത്. റോഡ് റബ്ബറൈസ്ഡ് ചെയ്തതോടെ വേഗതയിലാണ് മിക്ക വാഹനങ്ങളും സഞ്ചരിക്കുന്നത്. ഒരപകടത്തിനു മുന്നേ സംരക്ഷണ വേലികൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മേലാറ്റൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമാകും. 60 വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ഓളം കലാപ്രതിഭകളാണ് മേളയിൽ പങ്കെടുക്കുക. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മേലാറ്റൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവം തിങ്കൾ മുതൽ വ്യാഴം വരെ ദിവസങ്ങളിൽ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി 60 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 3000-ഓളം വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. 19 വേദികളിലായി 300-ൽ പരം ഇനങ്ങളാണ് അരങ്ങേറുക. ആദ്യ ദിനമായ തിങ്കളാഴ്ച പ്രധാനമായും സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് നടക്കുക. 10 വേദികളിൽ തിങ്കളാഴ്ച അരങ്ങുണരും. മേളയ്ക്കുള്ള ഊട്ടുപുര ഉൾപ്പെടെ തയ്യാറായി. അധ്യാപക സംഘടനയായ KPSTA നേതൃത്വത്തിലാണ് ഊട്ടുപുര പ്രവർത്തിക്കുന്നത്. പാലുകാച്ചൽ ചടങ്ങ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു PS വയലിൽ നിർവഹിച്ചു. നടക്കുന്നത് അതല്ലാതെ തന്നെ ഉപവേദികളായിട്ട് 16 എണ്ണമുണ്ട്. അങ്ങനെ 3500-ലധികം കുട്ടികളാണ് മേളയ്ക്ക് മാറ്റുരയ്ക്കുന്നത്. ഭക്ഷണവും അതുപോലെ തന്നെ 2 വേദികളും ഇവിടെ പെർഫെക്റ്റ് TTയിലാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. TTയിലാണെങ്കിൽ വളരെ വിപുലമായ സംവിധാനങ്ങൾ നമ്മൾക്കുണ്ട്. യുവജനോത്സവം ഭക്ഷണം കഴിക്കാൻ വിപുലമായൊരു വലിയൊരു ഹാള്, അതുപോലെ തന്നെ പുറത്തൊരു സ്റ്റേജുണ്ട്. ഇപ്പോൾ TTയുടെ ഉള്ളിൽ മറ്റൊരു സ്റ്റേജുണ്ട്. പിന്നെ പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലാണ് ബാക്കി വേദികളൊക്കെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. രചനാ മത്സരങ്ങളും അതുപോലെ തന്നെ മറ്റ് സ്റ്റേജിലെ മത്സരങ്ങളും എങ്ങനെ? നാളെ തുടങ്ങുന്നുണ്ട്. നമുക്ക് നാളെയാണ് രചനാ മത്സരങ്ങളും. സ്റ്റേജ് ഐറ്റംസ് ഒരു രചനാ മത്സരങ്ങൾ എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റിവെക്കുന്നില്ല. എല്ലാം അതേപോലെ തന്നെയാണ്. നാളെ തന്നെ നമുക്ക് ചാക്യാർകൂത്ത്, കുച്ചിപ്പുടി അങ്ങനത്തെ ചില ഐറ്റംസൊക്കെ നാളെ നടക്കുന്നുണ്ട്. ഒരു വിഭാഗമായിട്ട് നമുക്ക് രചനാ മത്സരങ്ങളും അനുബന്ധമായിട്ട് നടന്നു പോകുന്നുണ്ട്. മേളയ്ക്കായി മികച്ച സജ്ജീകരണങ്ങളാണ് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ജനറൽ കൺവീനർ V. മുഹമ്മദ് സമീർ, ഉപപ്രധാനാധ്യാപിക ഷീജ ജേക്കബ് എന്നിവരും പറഞ്ഞു. നടക്കുന്ന ഈ മേളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വർണ്ണാഭമായിട്ടുള്ള കലാമേളയോടൊപ്പം രുചികരമായിട്ടുള്ള രുചിയുടെ ഒരു മേളം ഈ ഭക്ഷണശാലയിൽ നിന്നും ഉറപ്പ് നൽകിക്കൊണ്ട് ഈ മേളയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എല്ലാവർക്കും എത്തിക്കുന്നതാണ്. എല്ലാവർക്കും നന്നായി ആസ്വദിച്ച് കഴിക്കാനുള്ള പ്ലാനിങ്ങുകളൊക്കെ നടന്നു കഴിഞ്ഞു. പിന്നെ കലാമേളയുടെ ഇനങ്ങൾ നാളെ വേദികളിൽ ഒരുങ്ങുന്നു. എല്ലാവർക്കും സ്വാഗതം. ഉദ്ഘാടനം 4-ാം തീയതിയാണ്. പള്ളിക്കുന്ന് MLA നമ്മുടെ ഹമീദ് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 9 മണിക്കാണ് ഉദ്ഘാടനം. എല്ലാവരും എത്തിച്ചേരണമെന്ന്. പെർഫെക്റ്റ് ITIയും മേളയ്ക്കായി വേദിയാകും. ഊട്ടുപുരയ്ക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. വെച്ച് നടത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ TTയിലുള്ള സെമിനാർ ഹാള്, അതേപോലെ ഗ്രൗണ്ട്, മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നിലവിൽ പെർഫെക്റ്റ് TTയിൽ ഉണ്ട്. ഏറിയ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. അധ്യാപക സംഘടനയായ KSTI ആണ് പ്രോഗ്രാം കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു PS വയലിൽ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടിക്കാട്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിയുടെ വികസന വിരുദ്ധ നിലപാടുകൾക്കെതിരെ CPM അലനല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. അലനല്ലൂർ, എടത്തനാട്ടുകര മേഖലകളിലായി 2 ദിവസമായാണ് ജാഥ നടന്നത്.
CPIM ഏരിയ സെന്റർ അംഗം പി മുസ്തഫ ക്യാപ്റ്റനായും CPIM അലനല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി അബ്ദുൽ സലീം വൈസ് ക്യാപ്റ്റനായും CPIM എടത്തനാടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രജീഷ് പൂളക്കൽ മാനേജറുമായാണ് അലനല്ലൂർ എടത്തനാടുകര മേഖലകളിൽ ശനി ഞായർ ദിവസങ്ങളിലായി ജാഥ സംഘടിപ്പിച്ചത്. അലനല്ലൂർ മേഖലയിലെ ജാഥ ശനിയാഴ്ച രാവിലെ കുളപ്പറമ്പിൽ നിന്നും CPIM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തതോടെയാണ് ആരംഭിച്ചത്. 9 ഇടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകുന്നേരം 6 മണിക്ക് അലനല്ലൂർ ടൗണിൽ സമാപിച്ചു. പുരോഗമന കലാസാഹിത്യവേദി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ജംഷീദ് അലി എടക്കര സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാവിലെ പൊൻപാറയിൽ നിന്നും അലനല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം KA സുദർശൻകുമാർ ഉദ്ഘാടനം ചെയ്തതോടെയാണ് എടത്തനാടുകര മേഖലയിലെ ജാഥയ്ക്ക് തുടക്കമായത്. CPIM പിലാച്ചോല ബ്രാഞ്ച് സെക്രട്ടറി P ഭാസ്കരൻ അധ്യക്ഷനായി. DYFI എടത്തനാടുകര മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അമീൻ മഠത്തൊടി, CT മുരളീധരൻ, M ജയകൃഷ്ണൻ, P രഞ്ജിത്ത്, V ഷൈജു, M കൃഷ്ണകുമാർ, അബ്ദുൽ കരീം അലനല്ലൂർ, P മധു, മാലിനി, K ഗീത, A ബിന്ദു, TV സെബാസ്റ്റ്യൻ, V ശൈലജ, DYFI മേഖലാ സെക്രട്ടറി VP ശിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിദരിദ്ര ലിസ്റ്റിനെ സംബന്ധിച്ചോടെ പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ അതിന് പ്രത്യേക നിയമസഭ വിളിച്ചിട്ടാണ് അതിന്റെ പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനത്തിൽ പോലും മോശപ്പെട്ട രൂപത്തിൽ അല്ലെങ്കിൽ അതിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷത്തിന്റെ ഉണ്ടായിട്ടുള്ളത്. അലനല്ലൂർ പഞ്ചായത്തിൽ 210ഓളം ആളുകളെ ആ ലിസ്റ്റിൽപ്പെടുത്തി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറായ സർക്കാരാണ് ഈ സർക്കാർ. നമുക്ക് എല്ലാവർക്കും അതിന്റെ പ്രതിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോ സംസ്ഥാനത്തെ നിയമസഭയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള മുഖം തിരിഞ്ഞ സമീപനം പ്രതിപക്ഷം ചെയ്യുമ്പോ ഇവിടെ അലനല്ലൂർ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ബോർഡ് വെച്ചിരിക്കുകയാണ്. അതിന്റെ പ്രതിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവരെ 8 കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കോട്ടപ്പള്ള സെന്ററിൽ നടന്ന സമാപന സമ്മേളനം CPIM ജില്ലാ കമ്മിറ്റി അംഗം KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ അലനല്ലൂർ. ഇടവേള. വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ ജൂബിലി ജംഗ്ഷൻ സർക്കിൾ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നവീകരിക്കും. ഈ നവീകരണ പ്രവൃത്തികൾ പെരിന്തൽമണ്ണ റോട്ടറി ക്ലബിനെയാണ് നഗരസഭ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർപേഴ്സൺ P ഷാജി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയുടെ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റോഡിലെ ജൂബിലി ജംഗ്ഷനിലെ സർക്കിൾ ഗ്രാനൈറ്റ് പതിച്ച് നവീകരിക്കും. പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബാണ് നവീകരണ പ്രവർത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത്. 4 ലക്ഷം രൂപയുടെ രൂപരേഖ തയ്യാറാക്കി നഗരസഭയ്ക്ക് റോട്ടറി ക്ലബ്ബ് പദ്ധതി സമർപ്പിച്ചിരുന്നു. നഗരസഭ അംഗീകാരം നൽകിയ ഈ പദ്ധതിയുടെ പ്രവർത്തികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. നിർമ്മാണ പ്രവർത്തികൾ നഗരസഭാ ചെയർപേഴ്സൺ P ഷാജി ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഈ പറഞ്ഞതുപോലെ തന്നെ നഗരസഭയാകുമ്പോഴും പഞ്ചായത്താകുമ്പോഴും ഒക്കെ അവർ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് ഈ ഭരണ സംവിധാനത്തെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒരു അംഗീകാരം കൂടിയാണിത്. ഇവിടെ ലേഖത്ത് പറഞ്ഞു എന്താണ് റോട്ടറി ക്ലബിന് പല സംഘടനകളും ഈ സ്ഥലം അല്ലെങ്കിൽ ഈ ബ്യൂട്ടിഫിക്കേഷൻ ആവശ്യപ്പെട്ടപ്പോൾ അതൊക്കെ മാറ്റി റോട്ടറി ക്ലബിനെ തീരുമാനിക്കാനുണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഇത് നമ്മുടെ കൂടി ഒരു സ്വപ്നമാണ്. കാരണം പെരിന്തൽമണ്ണയിലേക്ക് ഈ ഭാഗത്തു നിന്ന് കടന്നു വരുന്നവർ നഗരസഭയുടെ ഒരു മുഖമായി കാണുന്ന സ്ഥലം. ആ സ്ഥലം അത് ചെയ്യാൻ കെൽപ്പുള്ളവർക്കാണ് കൊടുക്കുക. അപ്പോൾ ആ കെൽപ്പുള്ളവർക്ക് കൊടുത്തു എന്നുള്ളതാണ് റോട്ടറി ക്ലബിനെ. ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ കാസിം കൊളക്കാടൻ അധ്യക്ഷത വഹിച്ചു. റോട്ടറി കമ്മ്യൂണിറ്റി ചെയർ ലിയാഖത്ത് അലി ഖാൻ പദ്ധതി വിശദീകരിച്ചു. മുനിസിപ്പൽ വാർഡ് കൗൺസിലർ മുഹമ്മദ് സുനിൽ, റോട്ടറി കോഓർഡിനേറ്റർ ഡോക്ടർ പ്രവീൺ രാമനുണ്ണി, സെക്രട്ടറി V പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ജൂബിലി ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. ജൂബിലി റോഡ് ജംഗ്ഷൻ പെരിന്തൽമണ്ണയുടെ മെയിൻ എൻട്രി പോയിന്റാണ്. പെരിന്തൽമണ്ണയ്ക്ക് വരുന്ന എല്ലാവർക്കും അതിലൂടെ കടന്നു പോയാൽ മാത്രമേ പെരിന്തൽമണ്ണയ്ക്ക് വരാനും പോകാനും കഴിയുള്ളൂ. അതുകൊണ്ട് ആ ഏരിയയിൽ ആ റൗണ്ട് അബൌട്ടിൽ നമ്മൾ ഒരു വലിയ ബ്യൂട്ടിഫിക്കേഷൻ പ്രൊജക്റ്റാണ് റോട്ടറി ക്ലബ്ബും മുനിസിപ്പാലിറ്റിയും കൂടി ചേർന്ന് നടത്താൻ പോകുന്നത്. അതിൽ റോട്ടറി ക്ലബിൻ്റെ വകയായിട്ട് 3 മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള ഒരു പ്രൊജക്റ്റാണ് അവിടെ ചെയ്യുന്നത്. അതിൽ നമ്മൾ നഗരസഭയുടെയും റോട്ടറി ക്ലബിൻ്റെയും ലോഗോയും അതിനനുസരിച്ചുള്ള വലിയ ബ്യൂട്ടിഫിക്കേഷൻ പ്രൊജക്റ്റും ചെയ്യുന്നതാണ്.
മറ്റ് വലിയ വലിയ പട്ടണങ്ങളിൽ കാണുന്ന പോലെ നമ്മളെ പട്ടണത്തിൻ്റെ എൻട്രൻസിൽ തന്നെ ജൂബിലി റോഡ് ജംഗ്ഷനിൽ തന്നെയുള്ള ആ സർക്കിൾ ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ബ്യൂട്ടിഫിക്കേഷനാണ്. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഏകദേശം 5 ലക്ഷം രൂപ ചെലവിട്ട് ഗ്രാനൈറ്റ് പതിപ്പിച്ച് 3 ലെയറായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ ഒരു സർക്കിളിന് വേണ്ടിയിട്ട് മറ്റ് പല സംഘടനകളും സ്ഥാപനങ്ങളും അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും നഗരസഭ ഞങ്ങളെ പെരിന്തൽമണ്ണ റോട്ടറി ക്ലബിനെയാണ് അത് ഏൽപ്പിച്ചിട്ടുള്ളത്. കാരണം റോട്ടറി ക്ലബിൻ്റെ ഒരു പ്രത്യേക റെക്കഗ്നീഷൻ തന്നുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായി നല്ല രീതിയിൽ അത് വിഭാവനം ചെയ്തിട്ടുണ്ട്. നല്ലൊരു പദ്ധതിയാക്കി നടപ്പാക്കുകയും ചെയ്യും. പെരിന്തൽമണ്ണയിലേക്ക് വരുന്ന കോഴിക്കോട് പാലക്കാട് റോഡിൽ പെരിന്തൽമണ്ണയിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് ജൂബിലി റോഡ് ജംഗ്ഷനിലുള്ള ഈ സർക്കിൾ. ഈ സർക്കിൾ നല്ല രീതിയിൽ നല്ല വർണ്ണാഭമായിട്ട് ഏറ്റവും നല്ല ഭംഗിയോടുകൂടി ഗ്രാനൈറ്റിൽ ചെയ്യാനാണ് ഞങ്ങൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. യുവശാസ്ത്രജ്ഞരെ വാർത്തെടുക്കുന്ന ദേശീയ ശാസ്ത്ര സെമിനാറിൽ ക്വാണ്ടം സയൻസിനെ കുറിച്ച് അവതരിപ്പിച്ച മികച്ച പ്രബന്ധത്തിലൂടെ ഒറ്റപ്പാലം NSS KPT സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി P. ഹൃഷികേഷ് 1ാം സ്ഥാനം നേടി. ബംഗളൂരുവിൽ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം സംഘടിപ്പിച്ച മത്സരത്തിലാണ് ഈ തിളക്കമാർന്ന നേട്ടം. രാജ്യത്തെ 36 പ്രതിഭകൾ അണിനിരന്ന ഫൈനലിൽ 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയാണ് ഹൃഷികേഷ് പിന്നിലാക്കിയത്. ഉപജില്ല, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ നടന്ന കടുത്ത മത്സരങ്ങൾക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ ദേശീയ തലത്തിൽ മാറ്റുരച്ചത്. ഹൃഷികേഷിന് വിഷയത്തിലുള്ള ആഴത്തിലുള്ള അറിവും ചോദ്യോത്തരവേളയിലെ ആത്മവിശ്വാസവും ജേതാവിനെ തീരുമാനിക്കുന്നതിൽ നിർണായകമായി. സമ്മാനമായി 48,000 രൂപയും ട്രോഫിയും ശാസ്ത്ര കിറ്റും ഹൃഷികേഷ് സ്വന്തമാക്കി. പാഠ്യപദ്ധതിക്ക് പുറത്തും സയൻസ് വിഷയങ്ങളിൽ താൽപ്പര്യമുള്ള ഹൃഷികേഷിന്റെ വിജയരഹസ്യം സ്വയം പഠനമാണ്. ക്വാണ്ടം സയൻസ് പോലുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഹൃഷികേഷ് ആശ്രയിച്ചത് ഇന്റർനെറ്റിനെയും യൂട്യൂബ് വീഡിയോകളെയുമായിരുന്നു. സംസ്ഥാന തലത്തിലെ മത്സരം ദേശീയവേദിയിൽ സമ്മർദ്ദമില്ലാതെ പ്രകടനം നടത്താൻ ഏറെ സഹായിച്ചതായി ഹൃഷികേഷ് പറഞ്ഞു. ഈ വർഷത്തെ നാഷണൽ സയൻസ് സെമിനാറിൽ വിന്നറാവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്, അതിലൊരു അഭിമാനമുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ടാണ് എനിക്ക് പ്രസിഡന്റ് ഡെലിബറേറ്റ് ചെയ്യാൻ സാധിച്ചത്. അതേപോലെ തന്നെ അവരുടെ മുമ്പിൽ വെച്ചാണ് സമ്മാനം കിട്ടിയതും അതും വളരെ സന്തോഷം ഉളവാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇതേ വർഷം അതേ ആൾക്കാർ തന്നെ നടത്തുന്ന വേറെ വിഷയത്തിൽ നടത്തുന്നതിൽ നാഷണൽ ഫസ്റ്റ് ആകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും, നിങ്ങൾ തോറ്റു പോയേക്കാം. പക്ഷേ പ്രസൻറ്റിൽ നിങ്ങൾ ജയിക്കുക, പ്രസൻറ്റിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് എല്ലാവരോടും ആ ഒരു മെസ്സേജാണ് പറയാനുള്ളത്. പിന്നെ ഒരിക്കൽ കൂടി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ഒരുപാട് അഭിമാനമുണ്ട്. പിന്നെ പോകുന്നതിന് മുമ്പ് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അവർ ഓരോ ദിവസവും അവരിങ്ങനെ ഓരോ അപ്ഡേറ്റ്സ് കൊണ്ടുവരും. നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ അവിടെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഒറ്റപ്പാലം മൈലുംപുറം പുതിയടത്ത് P. ജയഗോവിന്ദന്റെയും K. രചനയുടെയും മകനാണ് ഈ പ്രതിഭ. തയ്യാറെടുപ്പുകളിൽ അമ്മ രജനി നൽകിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ഇത്രയും നാളെ നമ്മൾ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസിന് പലതും പങ്കെടുത്തിട്ടുണ്ട്, നമ്മുടെ ജില്ലേനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നാഷണൽ ലെവലിലുള്ള ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണമെന്നും പങ്കെടുക്കണതൊക്കെ. എന്തെങ്കിലും അതിൽ ഫസ്റ്റ് പ്രൈസിനെ കിട്ടുക എന്നുള്ളത് പറയുന്നത്, പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്, വലിയ അഭിമാനമാണ്. പക്ഷെ അത് ഫസ്റ്റ് പ്രൈസ് കിട്ടുക എന്ന് പറയുന്നത് എന്താ പറയുക, അതിന് പറയാനൊരു പക്ഷേ വാക്കുകൾ പോലും ഇല്ല. അത്രയും നമുക്ക് പ്രൗഡാണെന്ന് തന്നെ പറയാം. ഇവിടെ എനിക്ക് തോന്നുന്നു കേരള സ്റ്റേറ്റാണ് നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കാരണം. നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റിൽ നടക്കുന്ന കോമ്പറ്റീഷൻസ് എല്ലാം നല്ല ടൈറ്റ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അത് നല്ല സ്റ്റാൻഡേർഡുള്ള കോമ്പറ്റീഷൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ പോകുമ്പോൾ നല്ല എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസ് ആണ് പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ. എന്നിട്ട് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോഴും എല്ലാവർക്കും, അതായത് ബാക്കി വന്നുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാർക്കും പിന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്ന കുറേ ക്യൂറേറ്റേഴ്സ് ഉണ്ടായിരുന്നു, മലയാളീസും അല്ലാത്തവരൊക്കെ, അവർക്ക് എല്ലാവർക്കും നല്ലൊരു മതിപ്പായിരുന്നു. നന്നായി പ്രസൻറ്റ് ചെയ്തു എന്ന് ഈവൻ ബിഫോർ റിസൾട്ട് തന്നെ അവർ പറഞ്ഞിരുന്നു, നല്ല പ്രസൻറ്റേഷനാണ്, നല്ലതാണെന്നൊക്കെ. എന്തായാലും നല്ല സന്തോഷമാണ്, കൂടുതലൊന്നും പറയാനില്ല. ഹൃതികേഷ്, ഹൃഷശ്രീ എന്നിവർ സഹോദരങ്ങളാണ്. വിരമിച്ച സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും BLOമാരായി നിയമിക്കുവാൻ സർക്കാർ തയ്യാറാവണമെന്ന് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ജില്ലാ സമ്മേളനം ഒറ്റപ്പാലത്ത് ആവശ്യപ്പെട്ടു. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം PV കുഞ്ഞുണ്ണൻ നായർ സ്മാരകത്തിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം നടന്നത്.
CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KN ശിവദാസ് അധ്യക്ഷനായി. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി N ശ്രീകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KGOF സംസ്ഥാന വൈസ് പ്രസിഡന്റ് MS റീജ, ജോയിന്റ് കൗൺസിലർ ജില്ലാ സെക്രട്ടറി A അംജദ് ഖാൻ, ജില്ലാ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, ജില്ലാ ഖജാൻജി KC അശോകൻ, സംഘടന സംസ്ഥാന ഖജാൻജി A നിസാറുദ്ദീൻ, ചെല്ലമ്മ ലൂക്കോസ്, V മോഹൻദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM ദേവദാസ്, സംഘ ചെയർമാൻ P വിജയകുമാർ എന്നിവർ സംസാരിച്ചു. പൊതുസ്ഥലങ്ങൾ കയ്യേറുന്നത് തടയാൻ കർശന ഇടപെടൽ വേണമെന്ന് മണ്ണാർക്കാട് താലൂക്ക് വികസന സമിതി യോഗം. പുഴയും തോടും റോഡും വ്യാപകമായി കയ്യേറുന്നുണ്ടെന്നും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും സമിതി അംഗങ്ങൾ പറഞ്ഞു. ആനമുളിയിൽ മൈനർ ഇറിഗേഷൻ ഭൂമി സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തിക്ക് നികുതി അടയ്ക്കാൻ റവന്യൂ വകുപ്പ് സഹായം ചെയ്തെന്ന് അംഗം ബാലൻ പൊറ്റശ്ശേരി പറഞ്ഞു. പതിറ്റാണ്ടുകളായി മൈനർ ഇറിഗേഷന്റെ കൈവശമാണ് ഈ ഭൂമി. മറ്റൊരു സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉപയോഗിച്ചാണ് ഭൂമി കൈവശപ്പെടുത്തുന്നതെന്നും ബാലൻ പറഞ്ഞു. ഇവിടെ പറയുന്നത് മങ്കട കോവിലകം കൈവശമുള്ളത് പണ്ടാരക്കളം നിലത്തിന്റെ മറ്റേ ആനമൂളി റോഡിന്റെ വലതുഭാഗത്താണ് അവരുടെ സ്ഥലമുള്ളത്. അവരുടെ ആധാരം അങ്ങനെയാണ്. അതൊന്നും പരിശോധിക്കാതെയാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ അവർക്ക് ഓർഡർ കിട്ടി. അത് ഓർഡർ കിട്ടാനുള്ള കാരണം അന്നത്തെ രേഖകളൊന്നും തന്നെ മൈനർ ഇറിഗേഷന്റെ കയ്യിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് കിട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ 41 സെന്റ് സ്ഥലം കണ്ണായ ഭൂമി എനിക്കറിയാം. ഞാൻ 10 വയസ്സുള്ള സമയത്ത് എനിക്ക് അവിടെ കൂടുതൽ ബന്ധമുണ്ടായിരുന്നു. 20 വയസ്സ് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ്. ആ സമയത്ത് അവിടെ കോർട്ടേഴ്സുകൾ നിലവിലുണ്ട്. അവിടെ ഈ മൈനർ ഇറിഗേഷനായിട്ട് ആനമൂളി മൈനർ ഇറിഗേഷനും കനാലുമായി ബന്ധപ്പെട്ട് കോർട്ടേഴ്സും ജനങ്ങളും അവിടെ ഈ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നതാണ്. അതാണ് ഇപ്പം ഇയാളുടെ ഭൂമിയാണെന്ന് പറയുന്നത്. ഇയാളുടെ ഭൂമി സർവേ നമ്പർ 2-2 ഇയാൾ പറയുന്ന പണ്ടാരക്കളം സ്ഥലം എന്ന് പറയുന്നത് വേറൊരു ഭാഗത്തും ഈ സ്ഥലം എന്ന് പറയുന്നത് കഷ്ടി ഒരു 700 മീറ്ററിലധികം വ്യത്യാസമുണ്ട് ഈ സ്ഥലങ്ങൾ തമ്മിൽ. കോടതി നിർദ്ദേശപ്രകാരമാണ് നികുതി സ്വീകരിച്ചതെന്നും നികുതി സ്വീകരിച്ചതുകൊണ്ട് മാത്രം ഭൂമി സ്വന്തമാകില്ലെന്നും തഹസിൽദാർ യോഗത്തെ അറിയിച്ചു. നികുതി സ്വീകരിച്ചില്ലെങ്കിൽ കോടതി അലക്ഷ്യമാകുമെന്നതിനാലാണ് നികുതി സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കൊമരമ്പത്തൂർ ഓലിപ്പുഴ റോഡിന്റെ അതിർത്തി നിർണ്ണയിക്കണമെന്ന അംഗം AK അസീസ് പറഞ്ഞു. 30 മീറ്റർ വീതിയുള്ള റോഡിൽ 9 മീറ്ററിലാണ് ടാർ ചെയ്യുന്നത്. ഇതിനോട് ചേർന്ന് അഴുക്കുചാലും നിർമ്മിക്കുന്നതിനാൽ കയ്യേറ്റം വ്യാപകമാണെന്നും അസീസ് യോഗത്തിൽ പറഞ്ഞു. ഒരുപാട് പ്രയാസങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. അത് ചില്ലറ വിഷയങ്ങളൊന്നുമല്ല. എന്തായാലും ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ കുന്തിപ്പുഴ സ്ഥിതി നമുക്കറിയാമല്ലോ. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കുന്തിപ്പുഴയുടെ വീതി ഇപ്പോഴത്തെ കുന്തിപ്പുഴയുടെ വീതി ഒന്ന് നമ്മൾ മനസ്സിലാക്കിയതായിരുന്നു. നെല്ലിപ്പുഴ അതിനേക്കാൾ ഭയങ്കരമാണ് നെല്ലിപ്പുഴയുടെ സ്ഥിതി. നെല്ലിപ്പുഴയുടെ പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ നോക്കിയാൽ അളന്ന് നോക്കിയാൽ അറിയാം പുഴ ഒഴുകുന്ന സ്ഥലം എവിടെ, അവിടെ കയ്യേറ്റത്തിനെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനൊക്കെ നല്ല സ്ട്രെയിൻ എടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാഞ്ഞിരപ്പുഴ റോഡ് നവീകരിക്കുമ്പോൾ അതിർത്തി നിർണ്ണയിച്ച് കല്ല് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ കല്ല് സ്ഥാപിച്ചില്ലെന്ന് അംഗം PR സുരേഷ് പറഞ്ഞു. റോഡിന്റെ പല ഭാഗത്തും കുലച്ചവാഴകളാണുള്ളത്. അട്ടപ്പാടി റോഡിന്റെ സ്ഥിതി മറിച്ചല്ല. കയ്യേറി കെട്ടിടം വരെ കെട്ടി. നഗരത്തിനോട് ചേർന്ന് നെല്ലിപ്പുഴയുടെ പുറമ്പോക്ക് ഭൂമി മതിൽ കെട്ടി കയ്യേറുന്നത് തടയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് സുരേഷ് ചോദിച്ചു. ആ കയ്യേറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ നടപടി സ്വീകരിക്കണം. അത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നിങ്ങൾ സർവീസിൽ നിന്ന് നാളെ പോയാലും നിങ്ങളെടുത്തത് കാലാകാലം ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കും. അപ്പോൾ റവന്യൂ വകുപ്പിനോട് എനിക്ക് പറയാനുള്ളത്, ഈ പുഴ പുറമ്പോക്ക് പ്രദേശങ്ങളിലെ കയ്യേറ്റങ്ങൾ, ആനമൂളി പ്രദേശത്തുള്ള കയ്യേറ്റങ്ങൾ നിങ്ങളിൽ അർപ്പിതമായ അധികാരം ഉപയോഗിച്ച് നിങ്ങൾ ആ കാര്യത്തിൽ ശക്തമായി ഇടപെടണം. ഒരു സ്വകാര്യ വ്യക്തിക്കും സർക്കാരിൻ്റെ ഭൂമി, പൊതുജനങ്ങളുടെ ഭൂമി, നമ്മുടെ ഭൂമി കയ്യേറ്റം ചെയ്ത് പോകാനുള്ള സംവിധാനം ഉണ്ടാകരുത്. അത് നെല്ലിപ്പുഴ ആയാലും ശരി, ആനമൂളി ആയാലും ശരി, അലനല്ലൂർ ആയാലും ശരി, ഒരു പ്രദേശവും അതുണ്ടാകരുത്. ഉള്ളത് പാവപ്പെട്ട പൗരന്മാർക്കുള്ളതാണുള്ള ബോധം അതിൻ്റെ റവന്യൂ വകുപ്പിന് ഉണ്ടാകണം. ദേശീയപാതയിൽ നെല്ലിപ്പുഴ പാലത്തിനക്കരെ കയ്യേറ്റം കണ്ടെത്തിയിട്ടും ഒഴിപ്പിക്കാൻ ദേശീയപാത അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് അംഗം TK സുബ്രഹ്മണ്യൻ പറഞ്ഞു. ആനമങ്ങാട് മണലായ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റീസിന്റെയും മെറ്റാലിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് വീട് നിർമ്മാണം ആരംഭിച്ചു. വീട് നിർമ്മാണത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം കഴിഞ്ഞ ദിവസം നടന്നു. ആനമങ്ങാട് മണലായ നെന്മ ചാരിറ്റബിൾ ട്രസ്റ്റീസും മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും നടപ്പാക്കുന്ന സ്നേഹഭവന പദ്ധതിയിലെ ആദ്യ വീടിൻ്റെ നിർമ്മാണമാണ് ആരംഭിച്ചത്. നിർധന കുടുംബമായ സഹോദരിക്ക് വേണ്ടിയാണ് വീട് നിർമ്മിക്കുന്നത്. വീട് നിർമ്മാണത്തിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം ഹസൻ ഫൈസി നിർവഹിച്ചു. മണലായ നെന്മ ചാരിറ്റബിൾ ട്രസ്റ്റീസ് സെക്രട്ടറി AV ജോൺസൺ, ട്രഷറർ PT സൈനുദ്ദീൻ, ട്രസ്റ്റീസ് അംഗങ്ങളായ MP കുഞ്ഞുമുഹമ്മദ്, U അജയൻ, P ചന്ദ്രശേഖരൻ, TP മോഹൻദാസ്, MP ജബ്ബാർ,
ജബ്ബാർ, യൂസഫ് കുത്തുകല്ലൻ, NP മുരളി, കാരാട്ടിൽ മൻസൂർ, PT യൂസഫ്, PT അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം MP മജീദ്, മെറ്റാലിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് സാഹ്ലി കാരാട്ടിൽ, സെക്രട്ടറി K അജീഷ്, ട്രഷറർ വിഷ്ണുദേവൻ, എക്സിക്യൂട്ടീവ് അംഗം ഹരികൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. നമ്മൾ പ്രത്യാശയറ്റ മനുഷ്യൻ്റെ ഒരു ആശാ കേന്ദ്രമായിട്ട് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും മണലായും മെറ്റാലിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മാറണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. വളരെ ദുരിതം അനുഭവിക്കുന്ന ആൾക്ക് നമ്മൾ വീടുകൾ വെച്ച് കൊടുക്കണം. നമ്മുടെ ഒരു ആഗ്രഹം മണലായ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും മെറ്റാലിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും ആഗ്രഹം നമ്മുടെ പുന്നക്കോട് അമ്പലം മുതൽ മുഴന്തമണ്ണയുടെ ചില പ്രദേശങ്ങളും ഈ മണലായ പ്രദേശങ്ങളിലും തല ചായ്ക്കാൻ ഇടമില്ലാത്ത ഒരാളും ഉണ്ടാവാൻ പാടില്ല. അവർക്കൊക്കെ വീട് വെച്ച് നൽകും. ഇത് അതിൻ്റെ ആദ്യത്തെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആദ്യത്തെ സംരംഭമാണ് മെറ്റാലിക് ആർട്സ് ആൻഡ് സ്പോർട്സിൻ്റെ. ഞങ്ങളുടെ ഒരു ആഗ്രഹം മാർച്ച് 31 ഈ വരുന്ന മാർച്ച് 31 ഇതിൻ്റെ പാലുകാച്ചൽ കർമ്മം കൂടി നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ചെയ്യാൻ കഴിയും. നിർമ്മാണത്തിനുള്ള തുകയുടെ ആദ്യഗഡു MP കുഞ്ഞിമുഹമ്മദ് കൈമാറി. ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് പണം സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ മാറാപ്പ് മെഗാ ഷോ സംഘടിപ്പിച്ചിരുന്നു. വീടിൻ്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റീസ് ഭാരവാഹികൾ അറിയിച്ചു. അപകടങ്ങൾ തുടർക്കഥയായ കരുവാരക്കുണ്ട് വട്ടമലയിൽ ക്രാഷ് ബാരിയർ നിർമ്മാണം പൂർത്തിയായി. AP അനിൽകുമാർ MLA ക്രാഷ് ബാരിയർ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവിലാണ് ബാരിയർ സ്ഥാപിച്ചത്. മലപ്പുറം, പാലക്കാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കരുവാരക്കുണ്ട് മുതൽ എടത്തനാട്ടുകര വരെയുള്ള പാതയിൽ അപകടങ്ങൾ പതിവാണ്. ചെങ്കുത്തായ ഇറക്കവും വലിയ വളവുകളുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. അടുത്തിടെയുണ്ടായ അപകടങ്ങളിൽ 3 പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത്. വലിയ താഴ്ചയുള്ള ഭാഗത്ത് ക്രാഷ് ബാരിയർ സ്ഥാപിച്ചാൽ വലിയ അപകടങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് അഭിപ്രായം ഉയർന്നിരുന്നു. തുടർന്ന് AP അനിൽകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ബാരിയർ സ്ഥാപിച്ചത്. ഇന്ന് റോഡിൻ്റെ ഏതാണ്ട് 75 മീറ്ററോളം 85 മീറ്ററോളം ഈ വളവിനെ പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ട് ഇന്ന് ഇതുപോലെ ബാരിക്കേഡ് പോലെ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇവിടെ ടീച്ചർ സൂചിച്ച പോലെ മുമ്പ് അപകടം നടന്ന് മരണപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്ന വേദന മാത്രമേ ഓർക്കാൻ കഴിയും. ഇനി അത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സംരക്ഷണമായി ഈ ഒരു ബാരിക്കേഡ് മാറട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം E കുഞ്ഞാണി, N ഉണ്ണിൻകുട്ടി, സുനിൽ, മാനുപ്പ കക്കറ, MP വിജയകുമാർ, T ഇംതിയാസ് ബാബു, V ഷബീർ അലി, MK മുഹമ്മദ് അലി, PK നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. തുവ്വൂർ ഗ്രാമപഞ്ചായത്തിലെ മാമ്പുഴ മിനി സ്റ്റേഡിയത്തിൽ നെറ്റ് സ്ഥാപിക്കുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി അനുവദിച്ച 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മിനി സ്റ്റേഡിയത്തിന് നെറ്റ് സ്ഥാപിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം VP ജസീറ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. തുവ്വൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഏക മിനി സ്റ്റേഡിയമാണ് മാമ്പുഴയിലേത്. ടൂർണമെന്റുകൾ ഉൾപ്പെടെ ഗ്രൗണ്ടിൽ നടക്കുന്ന സമയങ്ങളിൽ സമീപവാസികൾക്ക് ബുദ്ധിമുട്ടായി മാറാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെറ്റ് സ്ഥാപിക്കുന്നത്.
2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപയും ഇതേ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 6 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് സ്റ്റേഡിയത്തിന് നെറ്റ് സ്ഥാപിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം VP ജസീറ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങളുടെ പ്രത്യേക ആവശ്യം ഈ ഒരു ഫണ്ട് ഇവിടെ വരുന്നത് വരെ എനിക്കറിയാം. മാമ്പുഴയിലെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേര് എന്നെ ഫോണിൽ വിളിക്കുകയും ഇത് ഇവിടെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത പറയുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. എന്തായാലും അവരുടെയൊക്കെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ഇത് പൂർത്തീകരിക്കേണ്ട രീതിയിൽ ഒരു ഫണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ വരും തലമുറക്ക് കായിക മേഖലയിൽ അവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാവുന്ന രീതിയിൽ ഈ ഗ്രൗണ്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ K സുബൈദ, TA ജലീൽ, NP നിർമ്മല, അംഗങ്ങളായ മുസ്ലിയാരകത്ത് കുഞ്ഞാപ്പു, സാലിംബാപ്പുട്ടി, നാട്ടുകാരായ ഉസ്മാൻ കോയ, ആഷിഖ് മാമ്പുഴ, P മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തുവൂർ. ആനമങ്ങാട് TBR ക്ലബ്ബ് സംഘടിപ്പിച്ച 4ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. പവർലൈൻ നേരമംഗലവും FC കൂത്തുപറമ്പും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം. FC കൂത്തുപറമ്പ് ആദ്യ മത്സരത്തിൽ ജേതാക്കളായി. ആനമങ്ങാട് AUP സ്കൂൾ ഫ്ലഡ്ലൈറ്റ് മൈതാനിയിൽ വീണ്ടും ഫുട്ബോൾ മാമാങ്കത്തിന് ആവേശമുയർന്നു. TBR ക്ലബ്ബ് സംഘടിപ്പിച്ച 4ാമത് ഫ്ലഡ്ലൈറ്റ് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കേരളപ്പിറവി ദിനത്തിൽ നവംബർ 1 ആരംഭിച്ചു. 16 ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ FC കൂത്തുപറമ്പ് ജേതാക്കളായി. പവർലൈൻ എരവിമംഗലത്തെ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് FC കൂത്തുപറമ്പ് ജേതാക്കളായത്. പെരിന്തൽമണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ അക്ഷയ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം PP രാജേഷ്, മോക്ക മാനേജിംഗ് ഡയറക്ടർമാരായ റംഷാദ്, സുൽഫീക്കർ, വെസ്റ്റാനോ മാനേജിംഗ് ഡയറക്ടർ സുദേശ്, കത്താര മാനേജിംഗ് ഡയറക്ടർ ഫാസിൽ പാട്ടശ്ശേരി, ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ ഷഫീഖ് പാട്ടശ്ശേരി, ജോയിന്റ് കൺവീനർമാരായ അൻഷാദ്, സംജിദ്, ഷഫീഖ് P, മുനീർ KP, TBR ക്ലബ്ബ് പ്രസിഡന്റ് അസീസ് പാട്ടശ്ശേരി, സെക്രട്ടറി മുസ്തഫ PT, രക്ഷാധികാരികളായ U അജയൻ, EP അയ്യൂബ് എന്നിവരും സംഘാടകരായ നജമുദ്ദീൻ പാട്ടശ്ശേരി, TK മാലിക്, നിയാസ് CP, മുഹമ്മദ് ഷീലോത്ത്, സിദാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടൂർണമെന്റിൽ 15 മത്സരങ്ങളാണ് ഉള്ളത്. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ NSS കരയോഗം കുടുംബസംഗമവും 30ാമത് വാർഷികവും തോട്ടര ബാലബോധിനി സ്കൂളിൽ നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ നിർവഹിച്ചു. ഇപ്പോൾ ഒരാൾക്ക് പർട്ടിക്കുലർ ഒരു ആവശ്യം വന്നു വിചാരിക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തിൽ, അപ്പോൾ അതിന് ഒരു ചോദ്യം വരും, കരയോഗത്തിൽ അംഗമാണോ? അപ്പോൾ പറയും കരയോഗത്തിൽ ഇന്ന് അച്ഛൻ അംഗമാണ്, അമ്മ അംഗമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അംഗമാണ് എന്ന് പറയാനുള്ള കാര്യം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും അംഗത്തെടുക്കണമെന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഒരു കരയോഗത്തിൽ മെമ്പർ ആവാന്ന് പറഞ്ഞാൽ തുച്ഛമായ തുകയേ ഉള്ളൂ. 5 രൂപ 10 രൂപയുടെ മെമ്പർഷിപ്പ് നമുക്ക് കൊടുക്കേണ്ടത്. അതൊരു വർഷം കൊടുക്കുക 15-60 രൂപ, അത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ കാശ് ചെലവാക്കുന്നു. അപ്പോൾ ഈ കരയോഗത്തിലൊരു മെമ്പർഷിപ്പ് എടുക്കാൻ നമ്മൾ ആരും വിമുഖത കാണിക്കുന്നത്. അപ്പോൾ കരയോഗത്തിലുള്ള എല്ലാവരും മെമ്പറാവണം. കുട്ടികളെ ഒരു കരയോഗം പ്രവർത്തിക്കണമെങ്കിൽ അതിന് ആവശ്യമായ ഘടകങ്ങൾ പലതുണ്ട്. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് K രവീന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി KB ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം സെക്രട്ടറി K ജയശങ്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. താലൂക്ക് സെക്രട്ടറി KV ജയചന്ദ്രൻ, താലൂക്ക് യൂണിയൻ മെമ്പർ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മുൻകാല പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. സംഘടനയുടെ പുതിയ പ്രസിഡന്റായി K രവീന്ദ്രകുമാറിനെയും സെക്രട്ടറിയായി ജയശങ്കറിനെയും വീണ്ടും തെരഞ്ഞെടുത്തു. മണ്ണാർക്കാട് നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സീസോൺ ഫുട്ബോൾ ഫൈനലിൽ പ്രവേശിച്ചു. 12 വർഷത്തിന് ശേഷമാണ് നജാത്ത് കോളേജ് ഇന്റർ സോൺ ക്വാളിഫിക്കേഷൻ നേടുന്നത്.
ഫൈനലിൽ SNC ഷൊർണൂർ കോളേജിനെ നേരിടും. മണ്ണാർക്കാട് MES കല്ലടി കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരം. നെല്ലിപ്പുഴ എന്റെയും നിങ്ങളുടെയും പുസ്തക പ്രകാശനം നടത്തി. ചടങ്ങ് മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാടിന്റെ ജീവനാഡിയായ നെല്ലിപ്പുഴയെ വീണ്ടെടുക്കാൻ പരിസ്ഥിതി സ്നേഹികളുടെ പങ്കാളിത്തത്തോടെ നടത്തിയ കർമ്മ പദ്ധതിയുടെ ഭാഗമായി നെല്ലിപ്പുഴ എന്റെയും നിങ്ങളുടെയും പഠനാത്മക പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി. മണ്ണാർക്കാട് MES കല്ലടി കോളേജിലെ തുഞ്ചൻ ഹാളിൽ നടന്ന ചടങ്ങ് MLA N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C. രാജേഷ് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നിരൂപകൻ GP രാമചന്ദ്രനും ജാസ് ആർട്ടിസ്റ്റ് കണ്ണൻ തെങ്കരയും ചേർന്ന് MLAയിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി. നെല്ലിപ്പുഴ സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് UK ബഷീർ പുസ്തക പരിചയം നടത്തി. നെല്ലിപ്പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷിജി റോയ്, പ്രൊഫസർ സലാഹുദ്ദീൻ PM, ഡോക്ടർ സെറീന, ശിവപ്രസാദ് പാലോട്, KK വിനോദ് കുമാർ, അസീസ് ഭീമനാട്, ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ നായർ, നെല്ലിപ്പുഴ സംരക്ഷണ സമിതി സെക്രട്ടറി KP സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു. രംഗശ്രീ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കലാസാംസ്കാരിക കൂട്ടായ്മ രൂപീകരിച്ചു. മാങ്ങോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയുടെ ഭാരവാഹികളായി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, വൈസ് ചെയർമാൻമാർ രാധാകൃഷ്ണൻ കളത്തൊടി, ശിവരാമൻ കിഴക്കേക്കര, പ്രസാദ്, കൺവീനർ കലാമണ്ഡലം ശിവരാമൻ, ജോയിന്റ് കൺവീനർമാർ ബിജുമോൻ പന്തിരുകുളം, അജയ് രാജ് അരുണോദയം, സന്തോഷ് കുമാർ തോടങ്കണ്ണത്ത് എന്നിവരെയും 9 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐഫോണിന് അധിക വാറന്റി നിഷേധിച്ച സംഭവം. ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി. ഒറ്റപ്പാലം സ്വദേശിക്കാണ് 1.94 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചത്. മണ്ണാർക്കാട് നഗരസഭയിൽ ടൂറിസം ഹബിന്റെ പേരിൽ ധൂർത്തടിയെന്ന് പരാതി. ഒരാൾ പോലും സഹായം തേടിയെത്താത്ത പദ്ധതിക്ക് ചെലവഴിച്ചത് ലക്ഷങ്ങൾ. തിരുവേഗപ്പുറ പാലത്തിലെ ഗതാഗത നിയന്ത്രണം. തിരുവേഗപ്പുറയിലും കൊടുമുടിയിലും വൻ ഗതാഗതക്കുരുക്ക്. യാത്രക്കാർക്ക് ഭീഷണിയായി കോട്ടോപ്പാടം ഭീമനാട് നാട്ടുകൽ പാത. ആഴമേറിയ വശങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ സ്ഥാപിക്കാത്തത് ഭീഷണിയാകുന്നു. മേലാറ്റൂർ ഉപജില്ലാ കലോത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 60 വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ഓളം കലാപ്രതിഭകൾ മേളയിൽ മാറ്റുരയ്ക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.